എന്നാലും എൻ്റെ തലേ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടണില്ല. ഇന്നലെ ഒന്നും രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല. ഈ എന്തോ വലിയൊരു സംഭവം നടന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. ഇങ്ങനൊന്നും നമ്മളെ ജീവിതത്തിൽ അനുഭവമില്ലല്ലോ. തുടർച്ചയായിട്ട് 2 കൊല്ലങ്ങളിൽ തല ഫൈനൽ കളിക്കാതെ ഇരുന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തുടർച്ചയായി 2 കൊല്ലങ്ങളിൽ CSK പ്ലേ ഓഫിലെത്താതിരിക്കുക. എന്തിനാണ് ആ ദീപക് ഹൂഡ, വിജയ് ശങ്കർ, ത്രിപാഠി ഇവരൊക്കെ എന്തിനാണ് ടീമിലെടുത്തത്? ഓപ്ഷന് പോകുമ്പോൾ എല്ലാവരും നല്ല കളിക്കാരെടുക്കുമ്പോൾ നമ്മൾ മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടാത്ത. ബ്രവിസിനെ കൊണ്ടുവന്നവൻ 4 അടി അടിച്ച് കണ്ടില്ലേ? അതുപോലെയുള്ള കളിക്കാരെ കൊണ്ടുവരണ്ടേ? സാംകറിന് അവസാനം ഫോമാണെന്ന് കരുതി കാത്തിരുന്നിട്ട് അത് ഫോമായപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടി ആ കളിയും തോൽപ്പിച്ചു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ 2 കൊല്ലം മുമ്പ് നിർത്തിയാൽ മതിയായിരുന്നു. എന്നാൽ തല ഫാൻസിന് തല ഉയർത്തി നടക്കായിരുന്നല്ലോ. കപ്പെടുത്തിട്ടാണ് ഞങ്ങളെ തല പോയതെന്നെങ്കിലും പറയായിരുന്നു. 2 കൊല്ലം മുമ്പ് അഹമ്മദാബാദിൽ കപ്പ് കിട്ടിയില്ലേ, അന്നാണ് നിർത്തിയാൽ മതിയായിരുന്നു. ക്യാപ്റ്റനായി കൊണ്ട് കപ്പ് കൊടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പം എന്തൊക്കെ നടന്നത്? ഒരു സങ്കടമായി പോയി. ഇനിയിപ്പോൾ IPL കാണാനുള്ള മൂടുമില്ല. ഇനിയിപ്പോൾ 4 കളിയുണ്ട് നമുക്ക്, അത് ഇരുന്നിങ്ങനെ കാണാം എന്നല്ലാതെ വേറെന്ത്. ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാവരും ഇങ്ങനെ കാൽക്കുലേറ്റർ എടുത്ത് കണക്കൂട്ടി കയറാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് മാത്രം എന്തായാലും ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണ്ടല്ലോ. കയറുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കയറിയിട്ടും കാര്യമില്ല പ്ലേ ഓഫിൽ. അതാണല്ലോ ഈ ജാതി കളിക്കാരൊക്കെ എവിടുന്ന് കിട്ടി? എന്തായാലും തലൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആകെ തലവേദന തലപ്പിരാന്തായി മാറിയിട്ടുണ്ട്.